BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ കുടുംബ സംഗമം 28-ന് നടക്കും. വൈകിട്ട് 5:30-ന് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 28-ന് വൈകിട്ട് 5:30-ന് അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കും. മുൻ MLA PC ജോർജ് സംഗമം ഉദ്ഘാടനം ചെയ്യും. വണ്ണപ്പുറത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. കലാപരിപാടികൾ, ആശയ സംവാദം എന്നിവയും കുടുംബ സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. അതോടൊപ്പം ആ കുടുംബ സംഗമത്തിൽ ഉദ്ഘാടന സമ്മേളനം, വണ്ണപ്പുറത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ, വണ്ണപ്പുറം മേഖലയിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ, അതോടൊപ്പം തന്നെ വണ്ണപ്പുറത്തിന്റെ വികസനത്തെ സംബന്ധിച്ചും ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ, ഇത്രയും പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ PC ജോർജ് ആണ്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് BJPയുടെ എറണാകുളം മധ്യമേഖലാ പ്രസിഡന്റ് ശ്രീ N ഹരിയാണ്. 25ഓളം പ്രതിഭകളെയാണ് നമ്മൾ അവിടെ ആദരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK അജിത് കുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. BJP മധ്യമേഖലാ പ്രസിഡന്റ് AN ഹരി മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് KS അജി പ്രതിഭകളെ ആദരിക്കും. ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് CC സന്തോഷ്, യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി ശ്യാംരാജ്, BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ബിനു J കൈമൾ, ജില്ലാ ജനറൽ സെക്രട്ടറി PN സുരേഷ്, രതീഷ് വരകുമല, ജില്ലാ വൈസ് പ്രസിഡന്റ് P രാജൻ, ജില്ലാ സെക്രട്ടറി B വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് NK അബു, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പുതിയടത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും കുടുംബ സംഗമം ചർച്ച ചെയ്യുമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് NK അബു, ജില്ലാ സെക്രട്ടറി B വിജയകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി TK സനൽകുമാർ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK അജിത് കുമാർ, പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി രാജേഷ് കല്ലേപ്പള്ളി, സുരേഷ് തട്ടുപുര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.